ഫിത്തർ സക്കാത്തിന്റെ വിഷയവും ഗർഭിണിയിലിരിക്കുന്ന കുട്ടികൾക്ക് ഫിത്തർ സക്കാത്ത് ഇല്ല. പക്ഷേ പെരുന്നാളിന്റെ തലേന്ന് വൈകുന്നേരം 6, 7, 8 മണിക്ക് മാസം കാണുന്നതിന്റെ തൊട്ടു മുൻപ് പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ഫിത്തർ സക്കാത്ത് ഉണ്ട്. ആ ഫിത്തർ സക്കാത്തിന്റെ കണക്ക് കൃത്യമായി പാലിച്ച് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അതെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പള്ളി കമ്മിറ്റിക്കാരെ ബാധ്യതയല്ല, നോമ്പ് നോറ്റോന്റെ ബാധ്യതയാണ്, ഓരോ വിശ്വാസിന്റെയും ബാധ്യതയാണ്. അതിന് കമ്മിറ്റിക്കാർ ഇത് അവിടെ തരണം, ആടെ കൊടുക്കണം, ഇവിടെ 150 തരണം എന്ന് പറഞ്ഞിട്ട് പോംവിളിക്കാൻ കാത്തുക്കണം എന്നല്ല. നിങ്ങളത് നിങ്ങളുടെ നോമ്പിൽ വല്ല പോരായ്മയും പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലും പരിഹരിക്കാൻ ഫിത്തർ സക്കാത്തിന് സാധിക്കും. ജനിച്ചു വീണ ഓരോ കുട്ടിയുടെയും നിർബന്ധമാണെന്നും അത് സാധുക്കളുടെ അവകാശമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. പിന്നെ ആവശ്യമില്ലാതെ കിട്ടുന്നതൊക്കെ അങ്ങ് പോരട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് അള്ളാഹുവിനോട് അവരുത്തരം പറയട്ടെ എന്നാണ് ഉലമാക്കളുടെ രേഖപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഫിത്തർ സക്കാത്ത് എത്രയാണോ നമ്മളുടെ നിശ്ചയിക്കപ്പെട്ട വിഹിതം അതെത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് കൊടുക്കേണ്ടത് എപ്പോ എന്നുള്ള ചോദ്യത്തിന് പോലും മനുഷ്യൻ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന്റെ മുൻപ് അവരാ ഫിത്തർ സക്കാത്ത് കൊടുത്തു തീർത്തിരിക്കണം. ഇന്ന് പലരും പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് കാണാം, ഫിത്തർ സക്കാത്ത് ഉണ്ടായിനും തിരക്കിലായി പോയി, കച്ചവട തിരക്കിലായി പോയി, പെണ്ണുങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ല, വാപ്പ പറഞ്ഞില്ല എന്ന് പറയല്ലേ. ആകെ ഓർക്കാനുള്ളത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ അവസാനാവുമ്പോ ലൈലത്തുൽ ഖദറും ഫിത്തർ സക്കാത്തും ഒക്കെ ഓർക്കാനുള്ളൂ. ആ തിരക്കുകളിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയൊരു നന്മയെ ഒരിക്കലും അലസമാക്കി കളയാതിരിക്കുക. പെരുന്നാളിന്റെ സുദിനത്തിൽ തക്ബീറോടുകൂടി ഭംഗിയാക്കുക, തക്ബീറോടുകൂടി മുസല്ലയിലേക്ക് വരിക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കുടുംബബന്ധം ചേർക്കുക, രാവിലെ വരുമ്പം എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് വരിക എന്നുള്ളതൊക്കെയാണ് ഇസ്ലാമിന്റെ മര്യാദ. ആ കാര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം സൂക്ഷിച്ച് ശവ്വാൽ 1 പൊന്നമ്പിളി മാനത്ത് തെളിയുമ്പോ ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് അത് അർപ്പിക്കാൻ പറ്റുന്ന യോഗ്യരാണോ നമ്മളൊക്കെ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക.